വളരെ ധർമ്മസങ്കടത്തിലാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരേ ധർമ്മസങ്കടത്തിലാണ്. രണ്ടുപേരല്ല 3 പേർ. അപ്പൊ ഒരു ഫാമിലി മുഴുവൻ. കല്യാണത്തിനെങ്ങാണ്ടാണെന്ന് മെലിഞ്ഞത്, അത് കഴിഞ്ഞ് പിന്നെ ഒറ്റ കഴിപ്പായിരുന്നു. സത്യം, എനിക്കാണ് ഇന്ന് ഞങ്ങളുടെ ആൽബം കണ്ടിട്ട് എനിക്ക് ഭയങ്കര. കല്യാണത്തിന് നമ്മള് കട്ട ഡയറ്റ് എടുത്ത് ഞാൻ എടുത്തുടുപ്പ് വരെ എനിക്ക് ഇട്ടപ്പോ ലൂസ് ആയിരുന്നു. ആ ഇന്ന് ആൽബത്തിന്റെ PDF അമ്മ അയച്ചു തന്നു. ഞാൻ എന്റെ ബ്രൈഡൽ ഷവറിന് ഇട്ടതാ. അന്ന് നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് എനിക്കിത് ഇട്ടിട്ട് ഒരുമാതിരി ബേബി ഷവറിന്റെ ഡ്രസ് കണക്കായിപ്പോ. എനിക്കാണെങ്കിൽ അതുകൊണ്ട് 2-3 ദിവസമായിട്ട് ഭയങ്കര വിഷമം. എന്നാ തിന്നാണ്ടിരിക്കും, അതും ഇല്ല. അപ്പോ അതിന്റെ ഒരു ഞങ്ങൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു. ഡയറ്റ് കൊണ്ട് ഒന്നും നടക്കുന്നില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങള് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്താണ്ട് ഇന്നും ഒരു കാരമൽ പുഡിംഗ് കഴിച്ചിട്ട് ഗൈസ് അത് ആ ഒരു അവസരത്തിൽ കഴിക്കേണ്ടി വന്നു. കാരണം നമ്മള് ഗസ്റ്റ് നമ്മൾക്ക് തരുമ്പോ ഇതാക്കി കഴിച്ചിട്ട് പിറ്റേ ദിവസം തൊട്ട് ഞാനത് പക്ഷെ സ്ട്രിക്റ്റ് ആയിട്ട് പോകുന്ന വെച്ചു. പക്ഷെ ഗസ്റ്റ് നമുക്ക് തരാവുന്ന സാധനം തരുമ്പോ നമ്മൾ വേണ്ടെന്ന് പറയുമ്പോ അവർക്കൊരു വിഷമാവത്തില്ലേ? അപ്പൊ ഇനിയിപ്പോ ചിലപ്പോ ഞങ്ങള് ജിമ്മിലൊക്കെ പോകും ഗൈസ്. അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല. നമ്മൾ ജിമ്മിലൊക്കെ വിളിച്ച് തിരക്കി കഴിഞ്ഞു. അതെ, ഞങ്ങൾ എല്ലാം അന്വേഷിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ പോയി തുടങ്ങും. ഒന്നാം തീയതി സമയമുണ്ടല്ലോ. അപ്പൊ ഡയറ്റിന്റെ മുന്നോടിയായി നമ്മൾക്ക് എപ്പോഴും നോക്കാൻ വേണ്ടിട്ട് നമ്മളൊരു സാധനം ചെയ്യാൻ പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ നമുക്കിത് അൺബോക്സ് ചെയ്യാം ഗൈസ്. എന്താണെന്ന് പറയുന്നില്ലേ? അത് അൺബോക്സ് ചെയ്തിട്ട് പറയാം. ഓക്കെ. ഉമ്മ ഡയറ്റ് ചെയ്യുന്നുണ്ടോ? അമ്മി ഫിറ്റ് ആണ്. സാധനം വർക്ക് ചെയ്താൽ മതിയായിരുന്നു. അതൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരുടെയും കൊണ്ട് ഒരു ഗസ് ചെയ്യിപ്പിക്കണം കേട്ടോ. അവരുടെ ഗസ് എന്താ സാധനം എന്ന് പറയില്ല, പക്ഷെ സാധനം വെച്ച് വെയിറ്റ് വെക്കാൻ പറ്റുന്നു. എല്ലാം നീ തന്നെയല്ലേ പറയുന്നത്. അതെ അതെ അതെ, പലർക്കും പലതായിരിക്കും. അപ്പൊ അങ്ങനെ സ്വന്തമായിട്ട് അങ്ങോട്ട് ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇടുന്നവരും അത് പാലിക്കണം. ആ നിയമം പാലിക്കണം. ചിലപ്പോ ഞാൻ 150 കിലോ ഉണ്ടാവും. നിങ്ങൾക്ക് എന്താ പോകുന്നു? ഞാൻ തിന്നു. മറ്റേ വർഷയുടെ വീഡിയോ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാ വണ്ണം വെക്കുന്നേ? ഞാൻ തിന്നിട്ട് ഗൈസ്. അപ്പൊ വേറൊന്നുമല്ല, നമ്മളൊരു വെയിങ് സ്കെയിലാണ് മേടിച്ചത്. ബോൾഡ് ഫിറ്റിന്റെ വെയിങ് സ്കെയിൽ. സ്മെല്ലുള്ളത് തന്നെയാണോ ഇരിക്കുന്നത്? മാക്സിമം 150 kg. അപ്പൊ ചിലപ്പോ നിനക്ക് കയറാൻ പറ്റത്തില്ല. നിനക്ക് കയറാൻ പറ്റത്തില്ല മാക്സിമം. അപ്പോ നമുക്കിനി ഇത് തുറന്നു നോക്കാം. LCD ഒക്കെ ആണെന്നാണ് പറയണത്. ടെമ്പേർഡ് ഗ്ലാസ് ഒക്കെയാണ് ഗൈസ്. അപ്പൊ നീ എന്തായാലും കയറി പിടിക്കൂ. നമുക്കിനി ഇത് പുറത്തേക്ക് എടുക്കാം. ബാറ്ററി ഒക്കെ തന്നിട്ടുണ്ട്. അതേതായാലും നന്നായി. ഇല്ലെങ്കിൽ ഇനി ബാറ്ററി തപ്പാൻ പോണ്ടി വന്നാണ്. പക്ഷെ അത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മേടിച്ചോ. പ്രീമിയം ലുക്ക് ഉണ്ടോ? 529 രൂപയ്ക്ക്. ഇതിനകത്ത് തന്നെ അവരുടെ ഹെയർ ഗ്ലാസ് ആണ് കാണിക്കുന്നത്. നമുക്ക് ബാറ്ററി ഇടാം ഫസ്റ്റ്. ഫസ്റ്റ് ആരാ നോക്കുന്നത്? നമുക്ക് നിന്ന് നോക്കാം. ഫസ്റ്റ് ആരാ? എനിക്ക് വിഷമിക്കാൻ വയ്യ. നിങ്ങൾ കയറി, ഞാൻ ഫസ്റ്റ് കയറത്തില്ല. നമുക്ക് എന്തായാലും നമ്മള് ഫാമിലി എല്ലാരും ഇത് പരീക്ഷിച്ച് നോക്കണം. കേറ്. കാല് വെച്ചപ്പോ തന്നെ 150 കിലോ. ഇനി കേറാൻ പറ്റൂല എന്നൊക്കെ. കേറിട്ട് നേരെ നോക്കി നിക്കണേ. നേരെ നോക്കിയാ പറയട്ടെ. 79.5. അടുത്തതായി നിസാം. നേരെ നോക്ക്. 91. എല്ലാവരും വിഷമിച്ചാണ് ഇറങ്ങുന്നത്. 91. ഞാൻ പറയുന്നത് എന്തോ അഭിപ്രായം ഇച്ചിരി കൂടുതലാ.
88 ഉള്ളായിരുന്നു. അല്ല എല്ലാവരുടെയും എനിക്ക് തോന്നി വെയിറ്റ് മെഷീന് ഇത് കൂട്ടിയിട്ടേക്കോ. ഇല്ല ഞാൻ കുറച്ചുകൂടി ആക്കിയപ്പോ സേവ് എത്രയായിരുന്നു ഗസ്? ഗസ് ഉണ്ടാവും. ഉമ്മി 82 എന്നല്ലേ പറഞ്ഞ? 82 ഉമ്മിയുടെ ഗസ്. നമുക്ക് നോക്കാം. ഓക്കെ അപ്പോഴത്തെ 2 കിലോ കുറഞ്ഞു. നേരെ നോക്കട്ടെ ഉമ്മി. നേരെ നേരെ 1.5. ശരിയാ, ബിസിനല്ലേ 1 കിലോ കുറഞ്ഞു. എത്രയായിരുന്നു ഉമ്മയ്ക്ക് മുമ്പേ? 82. ഇപ്പൊ 81.5, 1/2 കിലോ കുറഞ്ഞ്. അതെ കൂടിയില്ലല്ലോ. അടുത്ത അസ്ന ഗസ് ഉണ്ടോ? മുമ്പേ എത്ര? പറയുന്നത് 62. 62. ഓക്കെ, കേരള നേരെ നോക്ക്. ഇപ്പൊ 80. ഓടി. Guys, 2 കിലോ ഞാൻ കുറഞ്ഞു. കാരണം എന്റെ ഡയറ്റില് ഞാൻ കാരമൽ പുഡിങ് കഴിക്കത്തില്ലടാ, നീ പോടാ. അയ്യോ ഞാനും അസ്നയും അതിൽ തന്നെ നിൽക്കുവാണ്. ആ ഇത് കറക്റ്റ് തന്നെയാണോ? ആ കറക്റ്റ് തന്നെ. വാപ്പച്ചി ഒന്നുകൂടെ കയറുന്നു. വാപ്പി വാപ്പച്ചിക്ക് വിശ്വസിക്കാൻ വയ്യ. വാപ്പച്ചിയുടെ വിഷമം. നേരെ നോക്കിക്കോളൂ. 91.90. 90.90. 91 തന്നെ. 91. അടുത്തായി അഫ്സൽ ഒമസ് വരുന്നുണ്ട്. Yes, Afzal Omas from എല്ലാ ദിവസവും സദ്യ അടക്കം ഫുഡ് കഴിക്കുന്ന അഫ്സൽ ഒമസ്. അതെ, അഫ്സൽ ഒമസ് ഫ്രം വടക്കേമുക്ക്. ബിരിയാണി, സദ്യ, ചോറ്, മീൻകറി, പപ്പടം. അതെ, KMML അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണ്. ദിവസവും പപ്പടവും ചായയും ബജിയും കടിയും എല്ലാം കഴിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇടയ്ക്ക് മാത്രം നമുക്ക് ഇദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. സോ ഇദ്ദേഹമാണ് ഇനി അടുത്ത നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. കം ഓൺ ഗൈസ്. വെയിറ്റ് കാണിക്കുന്നോ പബ്ലിക്കലി? എന്റേത് 85. 85 വെച്ചോ. കാല് വേ 85. പൊടിയൊക്കെ തൂക്കട്ടെ. ലാസ്റ്റ് എന്നാ നോക്കിയേ? ലാസ്റ്റ് നേരെ നോക്ക്, നേരെ നോക്ക്, നേരെ നോക്ക്. മുണ്ട് പറ്റേ 85. നേരത്തെ 85 അല്ലായിരുന്നോ? 85. അതെന്റെ മസിൽ ബോൺ പവർ കാരണം ഗൈസ്, അല്ലാതെ തടി എന്റെയും ബോൺ വെയിറ്റ് ഉള്ളോണ്ടാട്ടോ. ഞാൻ നോക്കിയിരുന്നു. എന്ത് ചെയ്യും? ലാസ്റ്റ് നോക്കിയപ്പോ എത്ര? 83 ആയിരുന്നു. ഇപ്പം കുറച്ചുകൂടെ കൂടി കാണാം. കാരണം നല്ലോണം കഴിച്ചു. പുഡിങ്ങും മട്ടൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ബീഫ് ഫ്രൈയും. ചിലപ്പോ ഈ ഉടുപ്പിന്റെ മാനിന്റെ വെയിറ്റ് ആണ് കേട്ടോ. പിന്നെ വീട്ടില്ല. ഞാൻ 1/2 കിലോ കുറഞ്ഞു. അപ്പോ 83. ആ നീ ഇത് ഓടിയോ ഇവിടുന്ന്? ഞാൻ പെട്ടെന്ന് മെരിയത്തില്ലേ? 82 അര. ഞാൻ 85. നിങ്ങൾക്കൊക്കെ സന്തോഷം. ഞാൻ 79. ഞാൻ നോക്കിയപ്പോ എത്ര ആയിരുന്നു? 77. എനിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ ഇത്. 2 കിലോ എനിക്ക് കൊറോണ കാണിച്ചേക്കുന്നത്. ഞാനും ഭാവിച്ച് ഒരേ തോണിയില് സഞ്ചാരിക്കണം. 79. ഞങ്ങള് ജിമ്മിപ്പോടാ. ഇങ്ങനെ സ്റ്റോറി കാണോ? പക്ഷെ ഞാൻ 85 ഉണ്ടല്ലേ കൃത്യം. 85 അര ഉണ്ടോ? 86 കേടങ്ങാണ്ടാണ് ഈ സാധനം. മൊബൈൽ മാറ്റിക്കൂടി. അപ്പൊ നേരത്തെ 86 ആയിരുന്നു. ഇനി 86 പറഞ്ഞിട്ടല്ലായിരുന്നു 85 ആയത്. 85.75. ആ 86 85.75. നീ നിന്ന് റീടെസ്റ്റിംഗ്. അവള് കുറഞ്ഞതായത് ഞാൻ 60.45 ആയിരുന്നേ. നേരെ നോക്ക നീ 75 ആയി. ഇപ്പൊ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? പോയിന്റ് വ്യത്യാസം. നീ ചിലപ്പോ കുറഞ്ഞാലോ? ഇല്ല, അത് ഓഫായില്ലല്ലോ. അതുകൊണ്ട് കേറിക്കോ. ആ അല്ലേ? നേരെ നോക്ക്. ഞാൻ നോക്കടി. 79.35. 79. നേരത്തെ 79 ആയിരുന്നോ? ആയിരുന്നു.
ലാസ്റ്റ് ഉമ്മയുടെ നേരെ നേരെ 82. അല്ല 81.5. നേരത്തെ എത്രയായിരുന്നു? തന്നെയായിരുന്നു, സെയിം ആയിരുന്നു 81.5. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ആർക്കൊക്കെയാണ് സന്തോഷം? എനിക്ക് സന്തോഷമാണ്. ഉമ്മയ്ക്ക് ചെറിയ സന്തോഷം ഉണ്ടല്ലേ? എനിക്ക് നേരത്തെ 62 ഇപ്പൊ 60 ആയ സന്തോഷമുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ 60 കൂടുതലാണ്. ഞാൻ നേരത്തെ 88 അങ്ങാണ്ട് അടുപ്പിച്ചങ്ങണ്ടായിരുന്നു ഗൈസ്. ഇപ്പൊ അപ്പം 85. പാപ്പച്ചിക്കും ഫസ്റ്റിനേക്കുമാണ് ഏറ്റവും കൂടുതൽ വിഷമം. ഓക്കേ, ഇനി നമുക്ക് മറ്റേ പറയാം. ആർക്കൊക്കെ എത്ര കിലോ കുറയണമെന്നാണ് ആഗ്രഹം? എനിക്ക് 5 കിലോ. ഹസനക്ക് എത്ര കുറയേണ്ടത്? എനിക്ക് 65 കിലോ ആക്കണം, ഇപ്പൊ എത്രയാണ്? എങ്കിലാണ് എന്റെ ഹൈറ്റ് ടു വെയിറ്റ് റേഷ്യോ കറക്റ്റ് ആവുള്ളൂ. ഇപ്പൊ എത്രയാണ്? ഇപ്പൊ 79. 79. 14 കിലോ കുറയ്ക്കണം ഞാനിനി. എന്റേത് 5 കിലോ നീ കുറയ്ക്കണം. 55 ഒരു 18 years old ഗേളിന്റെ. ഇപ്പൊ എത്ര? 60. ഞാൻ 15 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കും. ഇപ്പൊ 91. ഓ 81 ആക്കണം. 81 ആക്കണം. എനിക്ക് ഇപ്പൊ 85. ഞാനൊരു 80 ആക്കാൻ ട്രൈ ചെയ്യും ഗൈസ്. എനിക്ക് എത്ര അടി ഇപ്പം? ഞങ്ങൾക്ക് 83. 83 ആണ്. എനിക്കതൊരു 73 ആക്കണം. 10 കിലോ എനിക്കും കുറയ്ക്കണം. എനിക്ക് സത്യം പറഞ്ഞ കല്യാണ ടൈമില് 72 ആയിരുന്നു. അന്ന് ഞാൻ വിചാരിച്ചിരുന്നത് 65 ആക്കാൻ ഒരു 5 കിലോ ഒക്കെ കുറച്ചാ മതിയല്ലോ എന്ന് വെച്ച് ഞാൻ ഇനി എനിക്ക് 14 കിലോ കുറയ്ക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വെയിറ്റ് ഞാൻ കുറയ്ക്കണമെന്നാണ് 10 ആഗ്രഹം. ദിവസം കൊണ്ട് ഞാൻ ഒരു മാസം ഞാൻ 20 ദിവസം കൊണ്ട് 10 കിലോ കുറയ്ക്കും. എത്ര കിലോ ഒക്കെ ഉണ്ടെന്ന് അത് വ്ളോഗിൽ വരുമ്പോ പറയുന്നുണ്ടല്ലോ 20 ദിവസം കൊണ്ട് ഇതൊക്കെ 10 ഡെയിലി വ്ളോഗ് പറയും. 10 കിലോ. ഇത് എത്ര ദിവസം കൊണ്ട് കിലോ? ഒരു മാസം ഒരു മാസം കൊണ്ട് 15. 14 ഇക്കൊക്കെയോ? ഞാനും ഒരു മാസം. ഒരു ദിവസം കൊണ്ട് എത്ര കിലോ? ഒരു മാസം കൊണ്ട് 5 കിലോ. ഓക്കെ, പിടിച്ചോ. ജിമ്മിൽ പോയി ഇത് ഞാനും 20 ദിവസം കൊണ്ട് 5 കിലോ, അല്ലെ 10 ദിവസം കൊണ്ട് 5 കിലോ. ഓക്കെ, എള്ളുണ്ട പെരിയോടെ എള്ളല്ലേ? ഉണ്ട ഓടി ഓടുന്നു.